Hello friends, welcome to my YouTube channel. നമ്മൾ ഇന്ന് പ്രൈസ് ആക്ഷൻ ട്രേഡിങ്ങിലെ ഫസ്റ്റ് എപ്പിസോഡിലാണ്. ഒരു ട്രേഡറിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്കില്ലാണ് ഒരു ടെക്നിക്കൽ അനാലിസിസ് സ്കിൽ എന്ന് പറഞ്ഞാൽ. ടെക്നിക്കൽ അനാലിസിസ് സ്കില്ലിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട ഒരു സംഭവം എന്ന് പറയുന്നത് ചാർട്ട് റീഡിംഗ് ആണ്. ചാർട്ട് റീഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ക്യാൻഡിൽ സ്റ്റിക്ക് എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കിയിരിക്കണം. പിന്നെ ചാർട്ട് പാറ്റേൺ എന്താണെന്നുള്ളത് മനസ്സിലാക്കിയിരിക്കണം. അതുപോലെ തന്നെ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ഒക്കെ എവിടെയാണ് അതൊക്കെ നമുക്ക് മനസ്സിലാവുകയാണെങ്കിൽ നമുക്ക് കറക്റ്റ് ഒരു എൻട്രി എക്സിറ്റ് നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ സ്മാർട്ട് മണി കോൺസെപ്റ്റ്, ഇൻസ്റ്റിറ്റ്യൂഷണൽ ട്രേഡേഴ്സിൻ്റെ എൻട്രി എക്സിറ്റ് എവിടെയാണ് അത് നമുക്ക് മനസ്സിലാവുകയാണെങ്കിൽ അതും നമുക്ക് ബെനിഫിഷ്യൽ ആയിരിക്കും. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് കാൻഡിൽ സ്റ്റിക്ക് പാറ്റേണിനെ കുറിച്ചിട്ടാണ്. കാൻഡിൽ സ്റ്റിക്ക് പാറ്റേൺ എന്ന് പറഞ്ഞത് നമുക്ക് ബുള്ളിഷ് കാൻഡിൽസ് ഉണ്ടാകും, ബിയറിഷ് കാൻഡിൽസ് ഉണ്ടാകും. ബുള്ളിഷ് കാൻഡിൽസ് നമ്മൾ നോക്കുവാണെങ്കിൽ ഹാമർ ഉണ്ട്, ഇൻവേർട്ടഡ് ഹാമർ ഉണ്ട്, ബുള്ളിഷ് ഇൻഗൾഫിംഗ് ഉണ്ട്, മോർണിംഗ് സ്റ്റാർ ഉണ്ട്, ട്വീസർ ബോട്ടം, ഡ്രാഗൺ ഫ്ലൈ ഡോജി, 3 ഇൻസൈഡ് അപ്പ്, 3 ഔട്ട്സൈഡ് അപ്പ്, പിയേഴ്സിംഗ് ലൈൻ. പിന്നെ അതുപോലെ തന്നെ ബിയറിഷ് കാൻഡിൽ നോക്കുവാണെങ്കിൽ ഹാങ്ങിങ് മാൻ, ഷൂട്ടിംഗ് സ്റ്റാർ, ബിയറിഷ് എൻഗൾഫിംഗ്, ഈവനിംഗ് സ്റ്റാർ, ട്വീസർ ടോപ്പ്, ഗ്രേവ് സ്റ്റോൺ ഡോജി, 3 ഇൻസൈഡ് ഡൗൺ, 3 ഔട്ട്സൈഡ് ഡൗൺ. ഇതൊക്കെയാണ് ബുള്ളിഷ് ആൻഡ് ബിയറിഷ് കാൻഡിൽസ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് കാൻഡിലിനെ കുറിച്ചിട്ടാണ്. അതൊരു ഇമ്പോർട്ടൻറ്റ് കാൻഡിലാണ്, അത് ഹാമർ കാൻഡിൽ. സോ ആദ്യം നമുക്ക് ഹാമർ കാൻഡിലിന്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഹാമർ കാൻഡിലിന്റെ സ്ട്രക്ചറിൽ ഹാമർ കാൻഡിൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഒരു കാൻഡിലിന്റെ ബോഡി എന്ന് പറയുന്നത് ചെറിയൊരു ബോഡി ആയിരിക്കും. അതിന്റെ കാൻഡിലിന്റെ വിഗ് സൈസ്, ലോയർ വിഗ് സൈസ് എന്ന് പറയുന്നത് നമുക്ക് വലിയ വിഗ് സൈസ് ആയിരിക്കും. ഈ ബോഡീനെ കാട്ടിലും ഒരു ട്വൈസ് അല്ലെങ്കിൽ ത്രൈസ് ആയിരിക്കണം നമുക്ക് ഒരു ലോയർ വിഗ് പോർഷൻ നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഈ ലോയർ വിഗ് പോർഷൻ എത്രത്തോളം വലുതാവുന്നുണ്ടോ അത്രയും വിന്നിംഗ് പ്രോബബിലിറ്റി കൂടുതലാണ്. അത്രത്തോളം നമുക്ക് ഒരു കൺഫർമേഷൻ നമുക്ക് ഉണ്ട് അവിടെ ബയേഴ്സ് എൻട്രി എടുക്കുന്നുണ്ട് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു കൺഫർമേഷൻ ഉണ്ടാവും. കാൻഡിൽ ഇവിടെയാണ് ഒരു ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ആ ഒരു സെല്ലേഴ്സിന്റെ പ്രഷർ കാരണം മാർക്കറ്റ് ഒരു ലോ ക്രിയേറ്റ് ചെയ്തിട്ട് അവിടെ സെല്ലേഴ്സിന്റെ പ്രോഫിറ്റ് ബുക്കിംഗ് കാരണം അല്ലെങ്കിൽ സെല്ലേഴ്സിന്റെ പ്രഷർ അവിടെ വീക്ക് ആവുന്നത് കൊണ്ട് തന്നെ ബയേഴ്സ് പുതിയൊരു എൻട്രി എടുക്കും. എൻട്രി എടുക്കുന്നത് കൊണ്ട് തന്നെ ആ ഒരു കാൻഡിൽ ആ ഓപ്പൺ ചെയ്ത പ്രൈസിന്റെ തൊട്ട് താഴെ ആയിരിക്കും ക്ലോസ് ചെയ്യുന്നത്. തൊട്ട് താഴെയോ അല്ലെങ്കിൽ തൊട്ട് മേളിലോ ക്ലോസ് ചെയ്യാം. ഹാമർ കാൻഡിൽ നമുക്ക് ഗ്രീൻ ആയാലും ബുള്ളിഷ് കാൻഡിൽ ആയാലും ബിയറിഷ് കാൻഡിൽ ആയാലും ഈ ഒരു കാൻഡിൽ ഫോർമേഷൻ ആണ് എന്നുണ്ടെങ്കിൽ നമുക്കത് ഹാമർ കാൻഡിലായിട്ട് തന്നെ നമുക്ക് കൺസിഡർ ചെയ്യാം. ഒന്നെങ്കിൽ ഓപ്പണിംഗ് പ്രൈസിന്റെ താഴെ ആയിരിക്കും ക്ലോസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഓപ്പണിംഗ് പ്രൈസിന്റെ മേളിലായിരിക്കും. പക്ഷേ അതിന്റെ ലോയർ വിഗ് ഫോർമേഷൻ എന്ന് പറയുന്നത് ഈ ഒരു കാൻഡിൽ ബോഡിനെ കാട്ടിലും ഒരു ട്വൈസ് അല്ലെങ്കിൽ ത്രൈസ് ആയിരിക്കണം വലുതായിരിക്കേണ്ടത്. എന്നാലേ നമുക്കൊരു ഒരു ഹാമർ കാൻഡിലായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇനി നമുക്ക് ഹാമർ കാൻഡിൽ എവിടെയാണ് ഫോം ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഹാമർ കാൻഡിൽ എപ്പോഴും നമുക്കൊരു ഒരു ഡിക്ലൈനിങ് ട്രെൻഡ് അല്ലെങ്കിൽ ഡൗൺ ട്രെൻഡിൽ ഒരു ഫോം ചെയ്യുന്ന ഒരു കാൻഡിലാണ് നമുക്ക് ഹാമർ കാൻഡിൽ എന്ന് പറയുന്നത്. ഇവിടെ നോക്കുവാണെങ്കിൽ സെല്ലേഴ്സ് ഇവിടെ നേരത്തെ എൻട്രി എടുത്ത സെല്ലേഴ്സ് ഈ ഒരു വലിയൊരു ഫോൾ കാണുമ്പോൾ തന്നെ അവർ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ തുടങ്ങും. ഇത്രയും വലിയ ഫോൾ കാണുമ്പോൾ തന്നെ അവർ അവരുടെ ഒരു പൊസിഷൻസ് അവർ സെല് ചെയ്യാൻ നോക്കും. സെല്ലേഴ്സ് ഓൾറെഡി എൻറ്റർ ചെയ്തവർ അവിടെ ഈ ഒരു ലോയർ പോർഷൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ ഇത്രയും വലിയ ഫോൾ കഴിയുമ്പോൾ തന്നെ അവർ അവരുടെ പൊസിഷൻസ് എക്സിറ്റ് ചെയ്യും. അങ്ങനെ എക്സിറ്റ് ചെയ്യുമ്പോഴത്തേക്കിനും മാർക്കറ്റിൽ ഉണ്ടാകുന്ന ആ ഒരു സെല്ലേഴ്സിന്റെ പ്രഷർ കുറയുന്നത് കൊണ്ട് തന്നെ അവിടെ ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി, ബയേഴ്സിന് അവിടെ എൻട്രി എടുക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് അവിടെ കിട്ടുന്നത്. സെല്ലേഴ്സിന്റെ പ്രഷർ കുറയുന്നത് കൊണ്ട് ബയേഴ്സ് അവിടെ സെല്ലേഴ്സിന്റെ പ്രഷർ കുറയുന്നുണ്ട്. അതുകൊണ്ട് ബയേഴ്സിന്റെ പുതിയ പുതിയ എൻട്രികൾ ഈ ഒരു പോർഷനിലായിരിക്കും ക്രിയേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഒരു ഹാമർ കാൻഡലിന്റെ ഫോർമേഷൻ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അങ്ങനത്തെ ഒരു ഹാമർ കാൻഡിൽ കണ്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ തൊട്ടടുത്ത ഒരു കാൻഡിൽ, നമ്മൾ ഒരു ഹാമർ കാൻഡിലിനെ മാത്രം ബേസ് ചെയ്തിട്ട് നമുക്കൊരു ഒരു ട്രേഡിലോട്ട് എൻട്രി ചെയ്യാൻ പാടില്ല. ഒരു ഹാമർ കാൻഡിൽ ഫോം ചെയ്ത് അടുത്ത നെക്സ്റ്റ് കാൻഡിൽ അതൊരു അപ് ട്രെൻഡ് കാൻഡിൽ ആണെങ്കിൽ, അല്ലെങ്കിൽ ഒരു അപ്വേർഡ് മൂവിങ് കാൻഡിൽ ആണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ബുള്ളിഷ് കാൻഡിൽ ആണെങ്കിൽ നമുക്ക് ആ ഒരു കാൻഡിലും കൂടെ കൂട്ടി വെച്ചിട്ട് നമുക്ക് ഒരു കൺഫർമേഷൻ എടുത്തിട്ട് നമുക്ക് ഒരു ട്രേഡിലോട്ട് എൻട്രി എടുക്കാവുന്നതാണ്. ആ ഒരു എൻട്രി എടുക്കുവാണെങ്കിലും നമുക്ക് ആ ഒരു കാൻഡിലിന്റെ അപ്പർ പോർഷനിൽ നമുക്കൊരു എൻട്രി എടുക്കുവാണെങ്കിൽ നമുക്ക് ആ കാൻഡിലിന്റെ ലോവർ പോർഷനിൽ നമുക്ക് സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് ബാക്കി നമുക്ക് പ്രോഫിറ്റ് നമുക്ക് ട്രെയിൽ ചെയ്ത് എടുക്കാവുന്നതാണ്. അങ്ങനെയാണ് നമുക്കൊരു കൺഫർമേഷൻ കിട്ടിയാൽ മാത്രമേ നമുക്ക് ഹാമർ കാൻഡിലിന്റെ സെക്കൻഡ് കാൻഡിൽ ഒരു കൺഫർമേഷൻ കിട്ടിയാൽ മാത്രമേ നമുക്ക് ട്രേഡിലോട്ട് എൻട്രി ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെ എൻട്രി ഇടുമ്പോഴത്തേക്കിനും ബാക്കിയുള്ള സെല്ലേഴ്സിന്റെയും കൂടെ സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ട് മാർക്കറ്റ് അപ്വേർഡ് ട്രെൻഡിലായിരിക്കും മാർക്കറ്റ് മൂവ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ഇനി നെക്സ്റ്റ് കുറച്ച് എക്സാമ്പിൾസും കൂടെ നമുക്ക് കാണാം. ഹാമർ കാൻഡിലിന്റെ കുറച്ച് എക്സാമ്പിൾസ് നമുക്ക് കാണാം.
സോ സോ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതൊരു ഹാമർ കാൻഡിലിന്റെ ഒരു സെല്ലിംഗ് പ്രഷർ, സെല്ലേഴ്സിന്റെ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ആയിരിക്കും. സോ പ്രോഫിറ്റ് ബുക്കിംഗ് കഴിയുമ്പോഴത്തേക്കിനും അവിടെ പുതിയൊരു ബയേഴ്സ് എൻട്രി ചെയ്തിട്ട് അവിടെ അവർ ഒരു പുതിയൊരു പൊസിഷൻ അവിടെ ക്രിയേറ്റ് ചെയ്യുക ചെയ്യുന്നത്. സോ അതുകൊണ്ടാണ് മാർക്കറ്റ് ഒരു അപ്വേർഡ് ട്രെൻഡിലോട്ട് പോകുന്നത്. ഓക്കെ, സോ ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു എക്സാമ്പിൾ നമുക്ക് കാണാം. സോ ഇതാണ് ഫസ്റ്റ് ഒരു എക്സാമ്പിൾ. സോ ഈ ഫസ്റ്റ് എക്സാമ്പിളിൽ നമുക്ക് ഇവിടെ ഒരു ഹാമർ കാൻഡിൽ ഫോർമേഷൻ ഉണ്ട്. സോ ഇവിടെ ഇവിടെ ഒരു സെല്ലിംഗ് ഒരു ഡൗൺവേർഡ് ട്രെൻഡ് മാർക്കറ്റ് ആയിരുന്നു. സോ ഇത്രയും വലിയൊരു സെല്ലിംഗ് കാൻഡിൽ വന്നപ്പോഴത്തേക്കിനും മാർക്കറ്റ് അവിടെ ഒരു പോസ് ചെയ്തിട്ട് ആ സെല്ലേഴ്സ് എല്ലാം അവിടെ എക്സിറ്റ് അടിക്കും. സോ എക്സിറ്റ് അടിക്കുമ്പോൾ പുതിയൊരു ബയേഴ്സ് ഇവിടെ എൻ്റർ ചെയ്യും. സോ ഇവിടെ നമുക്ക് ഒരു ചെറിയൊരു സപ്പോർട്ട് റേഞ്ച് ആണ് ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. സോ ആ ഒരു സപ്പോർട്ട് റേഞ്ചിൽ മാർക്കറ്റ് ഒരു ചെറിയൊരു അപ്വേർഡ് മൊമെന്റ് തന്നിട്ട് മാർക്കറ്റ് ചെറിയൊരു കറക്ഷന് വേണ്ടിയിട്ട് വരും. സോ കറക്ഷൻ വരുമ്പോഴത്തേക്കിനും ഈ ഒരു സപ്പോർട്ട് റേഞ്ചിൽ തന്നെ മാർക്കറ്റ് വീണ്ടും ആ ഒരു ഹാമർ കാൻഡിൽ ഫോം ചെയ്തിട്ട് മാർക്കറ്റ് നമുക്ക് നല്ല ഒരു അപ്വേർഡ് മൊമെന്റം നമുക്ക് തന്നായിരുന്നു. സോ ഇനി നെക്സ്റ്റ് ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. സോ നെക്സ്റ്റ് എക്സാമ്പിളിൽ ഒരു ഇത് EMA ആണ്. സോ EMAയിൽ ഇപ്പൊ നമുക്ക് ഹാമർ കാൻഡിലിന്റെ ഒരു കൺഫർമേഷനും കാൻഡിലും കൂടെ കൺസിഡർ ചെയ്യാൻ പറഞ്ഞു. സോ അതിലും വീണ്ടും ഒരു ഡബിൾ കൺഫർമേഷന് വേണ്ടിയിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു സപ്പോർട്ട് സോണിലോ അല്ലെങ്കിൽ ഒരു EMA മൂവിങ് ആവറേജിലോ ആണ് നമുക്ക് ഈ ഒരു ഹാമർ കാൻഡിലിന്റെ ഒരു ഫോർമേഷൻ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് നമുക്കൊരു ഡബിൾ കൺഫർമേഷൻ ആണ്. സോ അവിടെയൊക്കെ നമുക്ക് വരുമ്പോഴത്തേക്കിനും ഇത്രയും ഹ്യൂജ് ആയിട്ടുള്ള ഒരു സെല്ലിംഗ് ഏരിയയിൽ നിന്ന് ആ ഒരു ഈ 200 EMA റേഞ്ചിൽ വന്നപ്പോഴത്തേക്കിനും നമുക്ക് അവരൊരു ഹാമറിന്റെ ഒരു കാൻഡിൽ ഫോർമേഷൻ നമ്മൾ കണ്ടു. സോ അപ്പോൾ അതിന്റെ അർത്ഥം ആ ഒരു സെല്ലേഴ്സ് അവിടെ ആ 200 EMAയുടെ റേഞ്ചിൽ വന്നപ്പോഴത്തേക്കിനും ആ സെല്ലേഴ്സ് അവിടെ അവരുടെ പൊസിഷൻസ് അവർ എക്സിറ്റ് ചെയ്യുക. സോ എക്സിറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അവിടെ ആ ഒരു സെല്ലിംഗ് പ്രഷർ കുറയുന്നുണ്ട്. സോ സെല്ലിംഗ് പ്രഷർ കുറയുന്നത് കണ്ടപ്പം ബയേഴ്സ് അവരുടെ പുതിയ എൻട്രീസ് ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് മാർക്കറ്റ് ഒരു അപ്വേർഡ് മൊമെന്റം തരുന്നത്. സോ അതുകൊണ്ടാണ് നമുക്ക് ഇവിടെ ഒരു ഹാമർ കാൻഡിലിന്റെ ഫോർമേഷൻ നമുക്ക് കാണുന്നത്. സോ ഹാമർ കാൻഡിലിന്റെ ഫോർമേഷൻ നമുക്കൊരു ഒരു EMAയുടെ റേഞ്ചിലാണ് അടുത്താണ് നമുക്ക് ഹാമർ കാൻഡിലിന്റെ ഫോർമേഷൻ കിട്ടുന്നതെങ്കിൽ അത് നമുക്കൊരു ഡബിൾ കൺഫർമേഷൻ ആണ്. ഓക്കെ, സോ നമുക്കിനി ഒരു നെക്സ്റ്റ് എക്സാമ്പിളും കൂടെ കാണാം. സോ നെക്സ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് ഒരു മാർക്കറ്റ് ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്തിട്ട് മാർക്കറ്റ് ഒരു നല്ല ഒരു ബുള്ളിഷ് എൻഗൾഫിംഗ് കാൻഡിൽ കൊണ്ട് മാർക്കറ്റ് ആ ഒരു റേഞ്ചിനെ ബ്രേക്ക് ചെയ്തിട്ട് മാർക്കറ്റ് ഒരു ഹൈ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് വീണ്ടും ആ ഒരു സപ്പോർട്ട് സോണിനെ മാർക്കറ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വന്നപ്പോഴത്തേക്കിന് നമുക്ക് ഒരു ഹാമർ കാൻഡിലിന്റെ ഒരു ഫോർമേഷൻ നമുക്ക് കണ്ടു. ആ ഹാമർ കാൻഡിലിന്റെ ഹൈ ബ്രേക്ക് ചെയ്യുന്നത് എവിടെയാണോ അവിടെ വെച്ചിട്ട് നമുക്കൊരു ട്രേഡ് എടുക്കാം. അത് കഴിഞ്ഞിട്ട് ചെറിയൊരു അപ്വേർഡ് മൊമെന്റം തന്നിട്ട് വീണ്ടും ആ ഒരു സപ്പോർട്ട് സോണിൽ തന്നെ നമുക്ക് മാർക്കറ്റ് ഈ ഒരു സപ്പോർട്ട് സോണിൽ തന്നെ മാർക്കറ്റ് വീണ്ടും വന്ന ഒരു സപ്പോർട്ട് എടുത്തു. സോ ഇവിടെ സപ്പോർട്ട് എടുക്കുന്നത് കണ്ടപ്പം പുതിയ ബയേഴ്സ് വീണ്ടും നമുക്ക് ഇവിടെ ഒരു എൻട്രി കിട്ടും. നമുക്ക് ഇവിടെ നോക്കുവാണെങ്കിൽ രണ്ട് ഹാമർ കാൻഡിലാണ് ഫോം ചെയ്തേക്കുന്നത്. സോ ഈ ഒരു ഹാമർ കാൻഡിലിന്റെ ഒരു ഹൈ ബ്രേക്ക് ചെയ്യുന്നത് എവിടെയാണോ അവിടെ വെച്ചിട്ട് നമുക്കൊരു ട്രേഡ് എടുക്കുവാണെങ്കിൽ നമുക്ക് നല്ല ഒരു റിസ്ക് റിവാർഡ് റേഷ്യോ തന്നെ നമുക്ക് ഇവിടെ കിട്ടും. സോ നമുക്ക് ഇവിടെ നോക്കുവാണെങ്കിൽ ഒരു സപ്പോർട്ട് സോണിലാണ് ഒരു ഹാമർ കാൻഡിലിന്റെ ഫോർമേഷൻ വന്നത്. സോ ഇത് നമുക്കൊരു ഡബിൾ കൺഫർമേഷൻ ആണ്. സോ ഇനി നമുക്ക് വേറെ ഒരു എക്സാമ്പിളും കൂടെ നമുക്ക് നോക്കാം. സോ ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് ഒരു അപ്വേർഡ് ഹയർ ഹൈ അല്ലെങ്കിൽ ഹയർ ലോസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മാർക്കറ്റിൽ ഒരു EMAയുടെ റേഞ്ചിൽ വരുമ്പോഴത്തേക്കിനും നമുക്കൊരു ഹാമർ കാൻഡിലിന്റെ ഫോർമേഷൻ ഉണ്ട്. സോ ഈ ഒരു EMAയിൽ എപ്പോഴൊക്കെയാണോ ഈ ഒരു EMAയുടെ റേഞ്ചിലോട്ട് വരുന്നത് അവിടെയൊക്കെ നമുക്കൊരു ഹാമർ കാൻഡിലിന്റെ ഒരു ഫോർമേഷൻ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. സോ ആ ഒരു ഹാമർ കാൻഡിലിന്റെ ഹൈ എവിടെയാണോ ബ്രേക്ക് ചെയ്യുന്നത് ആ ഒരു കാൻഡിലിൽ നമുക്ക് ഒരു എൻട്രി എടുക്കുവാണെങ്കിൽ ഹാമർ കാൻഡിലിന്റെ ലോ നമുക്കൊരു സ്റ്റോപ്പ് ലോസ് ആയിരിക്കും. സോ ആ ഒരു ഹൈ ബ്രേക്ക് ചെയ്യുന്ന എവിടെയാണോ അവിടെ വെച്ച് നമുക്ക് എൻട്രി എടുക്കുവാണെങ്കിൽ നമുക്ക് പ്രീവിയസ് സ്വിംഗ് ഹൈ എവിടെയാണോ വരുന്നത് അവിടെ നമുക്ക് ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്തിട്ട് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാം. ബാക്കിയുള്ള ഒരു 70% പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ട് ബാക്കിയുള്ള 30% നമുക്ക് ട്രെയിൽ ചെയ്യാം. സോ അതുപോലെ തന്നെ മാർക്കറ്റ് ഇവിടെ നോക്കുവാണെങ്കിൽ പ്രീവിയസ് ഹൈനെ ബ്രേക്ക് ചെയ്തിട്ട് മാർക്കറ്റ് വീണ്ടും ഒരു ചെറിയൊരു കറക്ഷന് EMAയുടെ അടുത്ത് വന്നു. ആ EMAയുടെ അടുത്ത് വന്നപ്പോൾ വീണ്ടും നമുക്കൊരു ഹാമർ കാൻഡിൽ ഫോർമേഷൻ ചെയ്തു. അത് ഫോം ചെയ്തിട്ട് അവിടുന്ന് വീണ്ടും നമുക്കൊരു നെക്സ്റ്റ് കാൻഡിൽ നമുക്കൊരു കൺഫർമേഷൻ തന്നിട്ട് മാർക്കറ്റ് വീണ്ടും ഒരു ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്തു.
ആ പ്രീവിയസ് ഹൈ നമുക്ക് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. സോ ആ പ്രീവിയസ് ഹൈയിൽ നമുക്കൊരു 70% പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ട് നമുക്ക് വീണ്ടും 30% നമുക്ക് ട്രെയിൽ ചെയ്തിട്ട് ബാക്കിയുള്ള പ്രോഫിറ്റും കൂടെ നമുക്ക് ബുക്ക് ചെയ്യാവുന്നതാണ്. സോ ഇതാണ് ഹാമർ ക്യാൻഡലിനെ കുറിച്ചിട്ടുള്ളത്. നെക്സ്റ്റ് അതുപോലെ തന്നെ നമുക്ക് വേറെ ഒരു ക്യാൻഡലിനെ കുറിച്ചിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് പഠിക്കാം. സോ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സോ ഇതുപോലെ നെക്സ്റ്റ് അടുത്ത വേറെ ഒരു ക്യാൻഡലിനും കൂടെ ആയിട്ട് നമുക്ക് വീണ്ടും ഉടനെ തന്നെ കാണാവുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.